ഹലോ ഒരുപാട് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കലണ്ടർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. 2025 കലണ്ടറാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. 12 പീസ് പേപ്പറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാർഡ് സ്റ്റോക്ക് പോലെ തിക്കുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ കാർഡ് സ്റ്റോക്കോ ചാർട്ട് പേപ്പറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രോയിങ് ബുക്കിലുള്ള പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഓരോ പേജസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള 3 കാർഡ്ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മൾ നേരത്തെ എടുത്ത ഒരു പേപ്പറില്ലേ, ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു ഏകദേശം അളവിലാണ് ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുള്ളത്. മിഡിലിൽ വരുന്ന കാർഡ്ബോർഡ് മാത്രം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടേബിൾ ടോപ്പ് കലണ്ടറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് ടേബിൾ ടോപ്പ് ആൽബമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ കലണ്ടർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല. ആൽബത്തിന് പകരം നമ്മൾ കലണ്ടറിൻ്റെ പേജസ് സെറ്റാക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. പലപ്പോഴും എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് പലരും മാറി നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കാർഡ് സ്റ്റോക്കോ ചാർട്ട് പേപ്പറോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ചെയ്യുമ്പോൾ ഞാനും ഫസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. പിന്നെ വിചാരിച്ചു കയ്യിലുള്ളത് വെച്ച് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ചെയ്യാനിരുന്നതാണ്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ടേബിൾ ടോപ്പ് ആയിട്ട് വരുന്ന ഭാഗം. ഇനി നമുക്ക് ഓരോ പേജസ് ആയിട്ട് കലണ്ടർ ചെയ്തെടുക്കാം. ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലൈനിൻ്റെയും ഇടയിൽ 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു നമ്പേഴ്സ് എഴുതിയെടുക്കാൻ പറ്റും. ഡേറ്റ് എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ മന്തിലെയും ഡേറ്റ് എഴുതുമ്പം ആ ഒരു കറക്റ്റ് തന്നെയാണോ നമ്മൾ എഴുതിയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഞാൻ ഫോണിൽ കലണ്ടർ ഓൺ ചെയ്തിട്ട് അത് നോക്കിയിട്ടാണ് ഓരോ മന്തിലെയും ഡേറ്റ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ആദ്യം പെൻസിൽ കൊണ്ട് ഇതുപോലെ റൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ CD മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് കളർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ ഓരോ മന്തിൻ്റെയും നെയിമിൻ്റെയും ഒക്കെ ഫോണ്ട് സ്റ്റൈൽ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇതുപോലെ എഴുതി കൊടുക്കുന്നത്. ഡിസംബർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ എൻ്റെ മനസ്സിലുള്ളതാണ് നമ്മുടെ ചാനലിൽ ഒരു കലണ്ടർ മേക്കിംഗ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ആ ഒരു കലണ്ടർ ഉണ്ടാക്കാനുള്ള ഒരു ടൈമോ സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ ഏകദേശം 25 ആകാനായി. ഇപ്പോഴും ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ട് ഇല്ലാത്ത ടൈം ഉണ്ടാക്കിയിട്ട് എങ്ങനെയോ ഇരുന്നതാണ്. അപ്പോൾ ഞാനിതുവരെ നമ്മളെ ചാനലിൽ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇതൊരു തുടക്കം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി, ക്രാഫ്റ്റ് റിലേറ്റഡ് ലോങ് വീഡിയോസിൻ്റെ ഒരു തുടക്കം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതിൽ പിക്ചേഴ്സ് വരക്കലാണ് കുറച്ചും കൂടി പണിയായിട്ടുള്ളത്. നമുക്ക് എല്ലാ മന്തിലും പിക്ചേഴ്സ് വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് പേപ്പർ കോപ്പി ട്രേസിങ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് പിക്ചേഴ്സ് വരച്ചിട്ടുള്ളത്. 1-2 ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സ് വരക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പേജിലും പിക്ചേഴ്സ് വരച്ചു കൊടുത്തത് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐഫോണിൽ ഇത് അവൈലബിൾ അല്ല. ഞാൻ ഇത് വരക്കാനായിട്ട് കസിൻ്റെ ഫോണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് വരച്ചിട്ടുള്ളത്. ഈ ഒരു ആപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വരക്കേണ്ട പിക്ചർ സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഓൺ ബട്ടൺ ഉണ്ടല്ലോ, ഫോണിൻ്റെ ഓണും ഓഫ് ചെയ്യുന്ന ബട്ടണും നമ്മളെ സൗണ്ട് ബട്ടണും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഒന്നിച്ച് 2 തവണ പ്രസ് ചെയ്യുമ്പം ഇത് ലോക്കാവും, ഈ ഒരു സ്ക്രീന് ലോക്കാവും. അപ്പോൾ ഈ സ്ക്രീന് ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പേപ്പർ ഈ ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്ക്രീനിൽ നിന്ന് നമ്മൾ ആ ഒരു പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തൊന്നുമില്ല, ലോക്കായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വരക്കാൻ അറിയാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെ വരക്കുന്നത്. എല്ലാ പേജസും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആകെ നമ്മൾ ആ ഒരു പിക്ചർ മാത്രമേ നമ്മൾ ട്രേസ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളൂ. ട്രേസ് ചെയ്തിട്ട് എല്ലാ പിക്ചേഴ്സും ഞാൻ ഇതുപോലെ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ എല്ലാ പേജസിലും ഞാൻ ഗ്രീൻ ലൈൻ മാർക്ക് ചെയ്തിട്ടല്ല ഡേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പേജ് നമ്മൾ ഈ ഒരു ജാനുവരി ചെയ്തെടുത്തില്ലേ, ഇതിൻ്റെ മുകളിൽ ഞാൻ അടുത്ത പേജ് വെച്ച് എന്നിട്ട് ഇതിൻ്റെ ഒരു ട്രേസിങ് ആയിട്ടാണ് അടുത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്രിഡ് ലൈൻ വരക്കുന്ന പണി ഒഴിഞ്ഞ് കിട്ടും. ഇതിൽ CD മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കല കാണാൻ പറ്റും. ഫ്രണ്ടിൽ പേജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കല കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് അടുത്ത പേജ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടൈം നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയെല്ലാം വന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ 2 റിങ്ങാണ്. ഇത് സാധാരണ നമ്മൾ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബേസിൽ 2 ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ പഞ്ച് മെഷീൻ കൊണ്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ 2 ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ഞാൻ ഹോൾ ഇടുന്ന ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ്. ഇനി ഇതാടി ഹോൾ ഇട്ടതിന് ശേഷം ഈ റിങ് നമ്മൾ ഈ ഹോളിലൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിലാണ് ഇനി നമ്മൾ കലണ്ടറിൻ്റെ പേജസ് നമ്മൾ ഹാങ് ചെയ്യുന്നത്. ഇനി ഓരോ പേജസിലും എവിടെയാണ് കറക്റ്റ് ഹോൾ വരേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പേജിലും ഇതുപോലെ നമുക്ക് ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ പേജസിലും ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറക്റ്റ് പേജസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതാടി ഈ ഒരു റിങ്ങിലേക്ക് ഇതുപോലെ ഓരോ പേജസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡിസംബർ ആണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഡിസംബർ മുതൽ ഇങ്ങോട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഓരോ പേജസും എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത് നോക്കാം. ഈ ഒരു കലണ്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഒരു പേജിലും ഇതിൻ്റെ ഇയർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവസാനം ഓർമ്മ വന്ന ടൈമിൽ ഞാൻ ഫ്രണ്ട് പേജിൽ ഇയർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ടൈമുള്ള ടൈം ബാക്കി എഴുതാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ടേബിൾ ടോപ്പ് ആൽബം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.